പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്മകൾക്കുമായി ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചില വേദഭാഗങ്ങളെക്കുറിച്ച് ഇന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൽ യേശു ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന്, നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. അതിനു മറുപടിയായി 5 കാര്യങ്ങൾ കർത്താവ് അവിടെ പറയുന്നത് കാണുന്നു. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേർ എടുത്തു വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെ ഉണ്ടാകും. കള്ളപ്രവാചകന്മാർ വന്ന് പലരെയും തെറ്റിക്കും. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികളുടെയും മധ്യത്തിൽ ഭൂലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായത്തിൽ മറ്റു ചില അടയാളങ്ങളും പറഞ്ഞിരിക്കുന്നത് കാണുന്നു. ക്രിസ്ത്യാനികൾക്ക് പീഡയുണ്ടാകും എന്നവിടെ പറയുന്നു. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകും. ഇത് കണ്ടു പേടിച്ച് ഭൂലോകത്തിന് എന്ത് ഭവിക്കുവാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാർ ആകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ഈ പറഞ്ഞിരിക്കുന്ന അടയാളങ്ങളിൽ പലതും നടന്നു കഴിഞ്ഞു. കോവിഡ് പോലുള്ള രോഗം, സുനാമി പോലുള്ള വിഷയങ്ങൾ ഒക്കെ ഈ നാളുകളിൽ നടന്നു കഴിഞ്ഞ സംഭവങ്ങളാണ്. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. യുദ്ധങ്ങൾ നമ്മുടെ ഈ സമയത്തും അത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു. അധർമ്മം പെരുകുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ആ അധർമ്മം എന്താണെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 17 അധ്യായത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ 2 അടയാളങ്ങൾ കൂടി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന് നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്തു നിന്ന് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെ ഉണ്ടാകും. നോഹയുടെ കാലത്ത് സംഭവിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു. ജനത്തിൻ്റെ ദുഷ്ടത നിമിത്തം മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് ദൈവം അനുദപിച്ചു എന്നവിടെ പറയുന്നു. ജലപ്രളയം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കുവാൻ ദൈവം പദ്ധതി ഇട്ടു എങ്കിലും ദൈവത്തിൻ്റെ കരുണാനിമിത്തം നോഹയിൽ കൂടെ ന്യായവിധിയുടെ മുന്നറിയിപ്പ് ദൈവം ജനത്തിന് കൊടുത്തു. ജലപ്രളയം കൊണ്ട് ദൈവം ഭൂമിയെ നശിപ്പിക്കുവാൻ പോകുന്നു. അതിൽ നിന്ന് രക്ഷ പ്രാപിക്കേണ്ടവർ പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളുവാൻ 120 വർഷം നോഹ ജനത്തോട് വിളിച്ചു പറഞ്ഞു. ദൈവം അതിന് അവസരം ഒരുക്കി കാത്തിരുന്നു. ആരും നോഹയുടെ വാക്ക് കേട്ട് പെട്ടകത്തിൽ കയറുവാൻ കൂട്ടാക്കിയില്ല. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. പെട്ടകത്തിൽ കയറുവാൻ കൂട്ടാക്കാഞ്ഞവരെയൊക്കെയും ജലപ്രളയത്താൽ നശിച്ചുപോയി. ലോത്തിൻ്റെ കാലത്തെ ദുഷ്ടതയെക്കുറിച്ച് ഉൽപ്പത്തി 19 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. ലോത്ത് പാർത്തിരുന്ന സ്ഥലമായ സോദോമിലെ ആളുകൾ ദുഷ്ടന്മാരും മഹാപാപികളുമായിരുന്നു. സോദോമിൽ ദൈവം വരുത്തുവാനിരുന്ന ന്യായവിധിയിൽ നിന്ന് ലോത്തിനെ രക്ഷിപ്പാൻ ദൈവം അയച്ച ദൂതന്മാർ അവിടെ എത്തി. ലോത്തിൻ്റെ ഭവനത്തിൽ അവർക്ക് ലോത്ത് വിരുന്നൊരുക്കിയ സമയം സോദോമിലെ പുരുഷന്മാർ അവിടെ എത്തി, ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ വിട്ടുതരിക എന്ന് പറഞ്ഞ് ലോത്തിൻ്റെ ഭവനത്തിൻ്റെ വാതിൽ തിക്കി പൊളിക്കുവാൻ തുടങ്ങി.
ഈ സമയം വാതിൽക്കൽ ഉണ്ടായിരുന്ന പുരുഷന്മാർക്ക് അന്ധത പിടിപ്പിച്ചുകൊണ്ട് ദൂതന്മാർ ലോത്തിനെയും മക്കളെയും അവിടെ നിന്ന് രക്ഷിച്ച് പുറത്തു കൊണ്ടുവരുന്നതായി കാണുന്നു. ആകാശത്തു നിന്ന് തീ ഇറങ്ങി സോദോം ഗൊമോറ നശിപ്പിക്കപ്പെട്ടു. ന്യായവിധിയിൽ നിന്ന് ലോത്തിനെയും മക്കളെയും ദൂതന്മാർ രക്ഷിച്ചതായി അവിടെ വായിക്കുന്നു. ലോത്തിൻ്റെ കാലത്തെ പോലത്തെ ദുഷ്ടത ഇന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഹോമോസെക്ഷുവാലിറ്റി ദൈവം വെറുക്കുന്ന വലിയ പാപമാണ്. ആണും തമ്മിലും പെണ്ണും തമ്മിലും വിവാഹം കഴിക്കുന്നതിന് നിയമം കൊണ്ടുവന്ന രാജ്യങ്ങൾ പോലും നിലവിലുള്ള കാലത്താണ് നാം ജീവിക്കുന്നത്. ജലപ്രളയം എന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ ദൈവം പെട്ടകം ഒരുക്കിയതുപോലെ വരുവാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ തൻ്റെ ഏകജാതനായ പുത്രനെ ദൈവം അയച്ചു. പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിപ്പാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. യേശുക്രിസ്തുവിൽ കൂടെ ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതിയെക്കുറിച്ച് ലോകത്തിൽ എങ്ങും പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലയളവാണ് ഇത്. എന്നാൽ ആരും അത് ഗൗനിക്കാതെ സ്വന്തം വഴികളിൽ നടക്കുന്നവരെയാണ് നമുക്ക് ചുറ്റും കാണുവാൻ കഴിയുന്നത്. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ നോഹയുടെ കാലത്തെപ്പോലെയും സോദോമിലെ പോലെയും തന്നെയാകും എന്ന് പറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വരവ് വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്ന് ആരും മനസ്സിലാക്കുന്നില്ല. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് കണ്ട വെളിപ്പാടിലും പറഞ്ഞിട്ടുണ്ട്. 1-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പറയുന്നു, ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. രാജാതിരാജാവും കർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേൽ എഴുതിയിരിക്കുന്നതായി യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടു. രാജാതിരാജാവായി വരുന്ന കർത്താവിനെ സ്വീകരിപ്പാൻ നാം ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മെ തന്നെ പരിശോധിക്കേണ്ടതാണ്. നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പിൻ എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. അവരോട് 10 കന്യകമാരുടെ ഉപമ കർത്താവ് പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. ബുദ്ധിയുള്ള 5 കന്യകമാർ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ താമസിച്ചപ്പോൾ എല്ലാവരും മയക്കം പിടിച്ചു. അർദ്ധരാത്രിക്ക് മണവാളൻ വന്നപ്പോൾ വലിയ ആർപ്പുവിളി ഉണ്ടായി. കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. ബുദ്ധിയില്ലാത്തവർ എണ്ണ കയ്യിൽ കരുതിയിരുന്നില്ല. അവരുടെ കയ്യിൽ എണ്ണയില്ലാതിരുന്നതിനാൽ വിളക്ക് തെളിയിക്കുവാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞപ്പോൾ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാതെ വരാതിരിപ്പാൻ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങുവീൻ എന്ന് അവർ പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണസദ്യയ്ക്ക് ചെന്നു. വാതിൽ അടയ്ക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം മറ്റേ കന്യകമാരും വന്ന്, കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ എന്ന ആഹ്വാനം ഇവിടെ ലഭിക്കുന്നു. ആത്മാവിനെ പ്രാപിച്ചവർ ആത്മാവിൻ്റെ തീ അണഞ്ഞു പോകാതെ എന്നും കത്തിക്കൊണ്ടിരിക്കണം. ആത്മാവിനാൽ ജഡത്തെ മരിപ്പിച്ചുകൊണ്ടിരിക്കണം. ജഡസ്വഭാവമുള്ളവർ ആരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വഭഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു എന്ന് പൗലോസ് ഗലാത്യ സഭയോട് പറഞ്ഞതാണ് വായിച്ചത്. ആത്മാവിനെ അനുസരിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ഫലമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം ഈ വക പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം കാഴ്ചവെക്കുന്നവർ ബുദ്ധിയുള്ള കന്യകമാർക്ക് തുല്യമായിരിക്കും. മണവാളൻ വരുമ്പോൾ അവർ കാഹളധ്വനി കേൾക്കും. അവനോടുകൂടെ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷതയാണ് ആദ്യം നടക്കുവാൻ പോകുന്ന സംഭവം. അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്കെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ 16-17 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു.
കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. മധ്യാകാശത്ത് കർത്താവ് വരുമ്പോൾ 2 കൂട്ടർക്കാണ് ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുന്നത്. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം കല്ലറകളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും. പിന്നെ അവരോടൊന്നിച്ച് ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. മിന്നൽ ആകാശത്തിൻ കീഴെ ദിക്കോട് ദിക്കെല്ലാം വിളങ്ങി മിന്നുന്നത് പോലെ മനുഷ്യപുത്രൻ തൻ്റെ ദിവസത്തിലാകും എന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. ആ രാത്രിയിൽ 2 പേർ ഒരു കിടക്കമേലായിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒന്നിച്ചു പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. 2 പേർ വയലിലിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ജീവനോടെ ശേഷിക്കുന്നവർ മധ്യാകാശത്തേക്ക് മേഘങ്ങളിൽ എടുക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് ഇവിടെയും വെളിപ്പെടുന്നത്. 2 പേർ ഒരു കിടക്കമേൽ ആയിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിൻ്റെ ആത്മാവോടുകൂടെ ജീവിക്കുന്നവൻ എടുക്കപ്പെടുമ്പോൾ ക്രിസ്തുവിൻ്റെ സുവിശേഷം തള്ളിക്കളഞ്ഞവർ കൈവിടപ്പെട്ടു പോകും എന്നറിഞ്ഞുകൊള്ളുക. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി കർത്താവ് രണ്ടാമതും പ്രത്യക്ഷനാകും. ഈ പ്രത്യാശയുള്ളവർ കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധീകരിക്കേണ്ടതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാരോട് പറയുന്നത് ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചവർക്കായി അവൻ സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുന്നു. പിതാവിൻ്റെ ഭവനത്തിൽ സ്ഥലമൊരുക്കിക്കഴിഞ്ഞാൽ കർത്താവ് വീണ്ടും വന്ന് നമ്മെ ചേർത്തുകൊള്ളും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. കർത്താവ് വാക്കു പറഞ്ഞാൽ മാറാത്തവനാണ്, നിവർത്തിപ്പാൻ ശക്തനാണ്. വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. അവൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? അവൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? ആകയാൽ ജീവിത വിശുദ്ധിയെ തികച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ജീവിതത്തിനായി നമ്മെ സമർപ്പിക്കാം. ഉണർന്നും പ്രാർത്ഥിച്ചും കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കാം. ദൈവം അതിനായി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.